നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിലവിളിക്ക് ഉത്തരം തരുന്ന ദൈവം. നിലവിളി കേട്ട് കണ്ണുനീരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. ബൈബിളിലെ ദൈവം കണ്ണുനീരിന് ഉത്തരം തരുന്ന ദൈവമാണെന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ ദൈവം നമുക്കായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവാഹം അവിടെ നിന്ന് അനുവദിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓരോ വചനങ്ങളും രക്ഷയുടെ വചനങ്ങളാകുവാൻ, ഓരോ ഹൃദയങ്ങളും അവിടുത്തോട് പ്രാർത്ഥനയിൽ ഒട്ടിച്ചേർന്ന ഹൃദയങ്ങളാകുവാൻ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. ഓരോ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. മന്ദതയും മരവിപ്പെല്ലാം മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത കൊണ്ട് ദൈവമക്കൾ നിറയട്ടെ. ദൈവമക്കളുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഓ പ്രാർത്ഥനയുടെ ആത്മാവെ, ഇപ്പോൾ വ്യാപരിക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, സങ്കടത്തിയിരിക്കുന്നവർ, കഠിനമായി പ്രതികൂലത്തിയിരിക്കുന്നവർ, കുത്തുവാക്കുകളേറ്റ് തളർന്നവർ, പരിഹാസങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവർ, അപവാദമേൽക്കുന്നവർ, ശത്രുക്കളുടെ എതിർപ്പിനാൽ ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവെ ഇപ്പോൾ പ്രവർത്തിക്കണമേ, ഇപ്പോൾ പ്രവർത്തിക്കണമേ. ഈ ദിവസം അനുഗ്രഹത്തിന് ദിവസമാക്കാൻ തക്കവണ്ണം ഇപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. എല്ലാ തരത്തിലുള്ള വിപരീത കെട്ടുകൾ അഴിയട്ടെ. ശാപങ്ങൾ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവെ, എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളാക്കണമേ. എല്ലാ ദൈവമക്കളുടെയും പ്രവർത്തന മേഖലകൾ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളാക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും തെളിയട്ടെ, എല്ലാ ബുദ്ധിയും തെളിയട്ടെ, എല്ലാ മനസ്സുകളും തെളിയട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്പർശനം ബുദ്ധിയിലും മനസ്സിലും ആത്മാവിലും ഓരോ മകനും ഓരോ മകളും ഇപ്പോൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഒരു രംഗം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മേദിയ രാജ്യത്ത് എക്ബത്താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഋഗ്വേലിൻ്റെയും യദിനായുടെയും പുത്രിയായി സാറ വളർന്നു വരികയാണ്. സാറായുടെ ജീവിതത്തിൽ അസ്മോദേവൂസ് എന്ന ഒരു ദുഷ്ടഭൂതത്തിൻ്റെ ഉപദ്രവ നിമിത്തം സാറ വിവാഹം കഴിച്ച 7 ഭർത്താക്കന്മാരും വധിക്കപ്പെട്ടു. കല്യാണം കഴിഞ്ഞ ആ രാത്രി തന്നെ അസ്മോദേവൂസ് എന്ന ഈ ദുഷ്ടഭൂതം സാറ വിവാഹം ചെയ്യുന്ന ഭർത്താക്കന്മാരെ അന്ന് രാത്രി തന്നെ കൊല ചെയ്ത് കളഞ്ഞു. ഇത് സാറായുടെ ജീവിതത്തിലെ ഒരു തീരാ ദുഃഖമാണ്. ആ ദുഃഖം മനസ്സിൽ തളം കെട്ടിക്കിടക്കവേ സാറായുടെ ജീവിതത്തെ അന്ധകാരാവൃതമായ ആ ദുഃഖഭാരത്തോടെ കഴിഞ്ഞുകൂടവേ സാറായുടെ ഭവനത്തിൽ സാറായുടെ പിതാവിൻ്റെ പരിചാരികമാർ സാറായെ അധിക്ഷേപിക്കാൻ തുടങ്ങി. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ രംഗങ്ങൾ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാറായുടെ പിതാവിൻ്റെ പരിചാരികമാർ സാറായോട് പറയുകയാണ്, നീ തന്നെയല്ലേ നിൻ്റെ ഭർത്താക്കന്മാരെ കഴുത്തൊടിച്ച് കൊന്നുകളഞ്ഞത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ നീ തല്ലുന്നത് എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും പോയി ചാകുക. നിൻ്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള കുത്തുവാക്കുകളാണ് സാറായുടെ നേരെ
ഈ പിതാവിൻ്റെ പരിചാരികമാർ ഉതിർത്ത് വിടുന്നത്. നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, നീ പോയി ചാക്, നിൻ്റെ ഭർത്താക്കന്മാർ ചത്തു, നീയും പോയി ചാക് എന്ന് പറഞ്ഞ് ഈ സാറായെ കുത്തുവാക്ക് പറഞ്ഞ് പിതാവിൻ്റെ പരിചാരികമാർ വേദനിപ്പിക്കുകയാണ്. പിതാവിൻ്റെ പരിചാരികമാർ പറയുകയാണ്, നിൻ്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ, നിൻ്റെ മകനെയോ മകളെയോ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ഇടവരാതിരിക്കട്ടെ. ഇങ്ങനെ മനസ്സിനെ തകർക്കുന്ന വാക്കുകൾ തന്നെ സാറായുടെ പിതാവിൻ്റെ പരിചാരികമാർ സാറായുടെ നേരെ ഉതിർത്തുകൊണ്ടിരുന്നു. അങ്ങനെ രാവും പകലും കണ്ണുനീരിൽ കുതിർന്ന സാറ, രാവും പകലും വേദന കൊണ്ട് പിടയുന്ന സാറ, ഭവനത്തിൽ സമാധാനമില്ല, ജീവിതത്തെ ഓർത്തൊരു സന്തോഷമില്ല. കാരണം 7 പേരെ കല്യാണം കഴിച്ചു, 7 പേരെയും ആ ദുഷ്ടബോധം കൊന്നുകളഞ്ഞു. സാറായുടെ ബന്ധുക്കളിൽ നിന്നും ഇതുപോലുള്ള പല കുത്തുവാക്കുകൾ വരുന്നുണ്ടായിരിക്കാം. എന്തായാലും സാറായുടെ ഹൃദയം ആശ്വാസമില്ലാതെ വേകുന്നൊരു ഹൃദയമായിട്ടാണ് തോബീത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷം സാറായുടെ പ്രതികരണം എന്താണെന്ന് 10 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തോബീത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ സാറ പറയണത് എങ്ങനെയാണ്? ഈ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി ചത്തുകളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്ത്, അപ്പോൾ പോയി തൂങ്ങിച്ചാകണമെന്നാണ് സാറായിക്ക് ഇത് കേട്ടപ്പോൾ തോന്നുന്നത്. അതുപോലെ പോയി ആത്മഹത്യ ചെയ്യാനുള്ള തോന്നൽ സാറായിക്ക് കയറിക്കൂടി. മരിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ചത്താൽ മതിയായിരുന്നു, പോയി ചാകണം എന്നുള്ള ചിന്ത സാറായുടെ മനസ്സിൽ കയറിക്കൂടി. നോക്കണം, എത്രയോ കഠിനമായ നിരാശ, എത്രയോ കഠിനമായ ദുഃഖഭാരം. കാരണം ഈ ദുഃഖം മനസ്സിലാക്കാൻ അവൾക്കിപ്പോൾ ആരുമില്ല. അവളുടെ അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ അതൊന്നും പൂർണ്ണമായും അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്തായാലും അവൾ ഒറ്റയ്ക്ക് ആ ഭവനത്തിരുന്ന് താങ്ങുകയാണ്. അവളുടെ കൂട്ടുകാരികൾ ആരെയും കാണുന്നില്ല. അവൾ ഒറ്റയ്ക്ക് ദുഃഖം ഇരുന്ന് താങ്ങുകയാണ്. പിതാവിൻ്റെ പരിചാരികമാരുടെ കുത്തുവാക്ക്, ജീവിതത്തെ ഓർത്തുള്ള ഭാരം എല്ലാം കൂടെ അവളുടെ മനസ്സിനെ ഭാരപ്പെടുത്തി. അവൾ ഒറ്റയ്ക്ക് വിഷമിച്ചിട്ട് ചിന്തിക്കുകയാണ്, പോയി ചത്തുകളയാം, ഒന്ന് തൂങ്ങിച്ചത്തേക്കാം, ഒന്ന് തൂങ്ങിച്ചാകാം എന്നവൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ദൈവത്തിൻ്റെ സഹായം അവളുടെ തുണയ്ക്കെത്തി. അവൾ പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങി. വിവേകം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമായ, പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേകം അവളുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾ വിചിന്തനം ചെയ്ത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവന് അപമാനകരമായിരിക്കാം, വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. നോക്ക്, അപ്പോൾ അവളുടെ വൃദ്ധയെ അപ്പൻ ഒരു ഭാഗത്ത് കിടക്കുകയാണ്, വൃദ്ധയെ അമ്മ, ഇവർക്ക് 2 പേർക്കുള്ള ഏകജാത. അപ്പോൾ ഇവൾക്ക് ചാകാൻ പോലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായി. കാരണം ഞാൻ ചത്താൽ ഈ എൻ്റെ അപ്പനിത് താങ്ങാൻ പറ്റാത്ത വേദനയാവും. ആ അപ്പൻ്റെ വേദനയോർത്ത് ദുഃഖിക്കുന്ന മകൾ, ആ അമ്മയുടെ വേദനയോർത്ത് ദുഃഖിക്കുന്ന മകൾ. അപ്പോൾ ഇവൾക്കൊരു സ്ഥലത്തുനിന്നൊരു ആശ്വാസമില്ല. വൃദ്ധയായ അപ്പനെയും അമ്മയോർത്ത് പോലും ഭാരപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവൾക്കൊരു വിവേകം കൊടുത്ത് ഇവൾ ആ കിളിവാതിൽക്കലേക്ക് ചെന്ന് അത്യുന്നതനായ ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചു. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് തോബീത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ഇതുപോലെ തകർന്ന പെടയുന്നൊരു ഹൃദയവുമായി, വേദന കൊണ്ട് വെന്തൊരു ഹൃദയവുമായി അവൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ, എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എൻ്റെ ദൃഷ്ടികളും മുഖവും ഞാനിതാ അങ്ങയുടെ പക്കലേക്ക് തിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവേ, ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതയാണ് ഞാൻ. അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവരുടെ മകനോ ഇല്ല. എൻ്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്തവണ്ണം എനിക്ക് മാന്യത നൽകണമേ. അവൾ കരഞ്ഞ്, പൊട്ടിക്കരഞ്ഞ്. അവൾ പിതാവിൻ്റെ മുമ്പിൽ ചെന്ന്, അവളുടെ അപ്പൻ്റെ മുമ്പിൽ ചെന്ന്, ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് അവൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിനി
അധിക്ഷേപങ്ങൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം എനിക്ക് മാന്യത തരണമേ എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും അവളുടെ മനസ്സ് തകർന്നു കിടക്കുകയാണ്. അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെയാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. അവളുടെ നീറുന്ന ഹൃദയത്തിൻ്റെ വിങ്ങലുകളെല്ലാം അവൾ ദൈവത്തിൻ്റെ സന്നിധി വെളിപ്പെടുത്തുകയാണ്. അവൾ എന്നിട്ട് പറഞ്ഞു, ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ഓ പിതാവേ എനിക്ക് മാന്യത തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൾക്ക് മാന്യതയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഇന്ന് വരെ ഒരു പുരുഷന്മാരുമായിട്ട് പാപം ചെയ്തിട്ടില്ല. അവൾ ഇന്ന് വരെ വേറെ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ മാർഗം വിട്ട് നടന്നതായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇത് പറയണത്? അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ മാന്യതയില്ലാതെ അവളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ കുടുംബത്തിൽ പലരും അവളെ ഇകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ സാറ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ അധിക്ഷേപിക്കുന്ന ഇവരുടെ എല്ലാം മുമ്പിൽ എനിക്ക് മാന്യത തരണമേ. എന്നെ അധിക്ഷേപിക്കുന്നവരെ വാ അടയ്ക്കാൻ തക്കവണ്ണം പിതാവെ പ്രവർത്തിക്കുകയും എനിക്കായി മാന്യത നൽകി എന്നെ ഭൂമിയിൽ ഉയർത്തുകയും ചെയ്യണമെന്ന് സാറ പിതാവായ ദൈവത്തിന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരവുണ്ടായി. ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇടപെട്ട് റഗുവേലിൻ്റെ പുത്രി സാറായെ തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും ആസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിച്ചു കെട്ടാനും സ്വർഗത്തിൽ നിന്നും റാഫേൽ മാലാഖ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. നോക്കുക, ഇവളുടെ പ്രാർത്ഥന, ഇവളുടെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കണ്ണുകളിൽ നടന്ന് നിലത്തേക്ക് വീണപ്പോൾ ഇവളുടെ അതരത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ അപ്പോൾ തന്നെ അവളെ വിടുവിക്കാൻ വേണ്ടി, അവൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ നിന്ന് റാഫേൽ മാലാഖ നിയുക്തനായി. അവളുടെ വിടുതലനായി ഒരു വലിയ വിടുതൽ ശുശ്രൂഷകൻ, ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് വേണ്ടി നിയുക്തനായി. റാഫേൽ മാലാഖ അവളുടെ ജീവിതത്തെ കണ്ണുനീരിൽ നിന്ന് ആനന്ദഘോഷത്തിൻ്റെ പാതയിലേക്ക് ഉയർത്താൻ വേണ്ടി റാഫേൽ മാലാഖ പ്രവർത്തിക്കാൻ ദൈവം റാഫേൽ മാലാഖയെ നിയോഗിച്ചയച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കണ്ണുനീരും വേദനയും ദൈവം നേരത്തെ അറിഞ്ഞിരുന്നാലേ ഈ സാറ ദിവസങ്ങളോളം കണ്ണുനീരിലിരിക്കുന്നതും അവളുടെ പരിചാരികമാർ, പിതാവിൻ്റെ പരിചാരികമാർ വാക്കുകൾ പറഞ്ഞ് ആട്ടിത്തുപ്പി അവളെ ചവിട്ടി മതിക്കുന്നതെല്ലാം പിതാവായ ദൈവം കണ്ടതല്ലേ? എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എപ്പോഴാണോ ഇവളുടെ ഹൃദയത്തിൻ്റെ വിങ്ങുന്ന വേദന, ഇവളുടെ ഹൃദയത്തിൻ്റെ പെടയുന്ന വേദനകൾ കണ്ണുനീരായി പ്രാർത്ഥനയായി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയത്, അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നും റാഫേൽ മാലാഖ അവളുടെ ജീവിതത്തിലെ ദുഃഖഭാരങ്ങളെ എടുത്തു മാറ്റി അവളെ അനുഗ്രഹിക്കാനും അവളെ വിടുവിക്കാനും വേണ്ടി നിയുക്തനായത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ കാര്യമുണ്ട്, ദൈവത്തോട് അപേക്ഷിക്കുന്നതിൽ കാര്യമുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ ദൈവം കണ്ടു തന്നോളും എന്ന് മാത്രം ചിന്തിച്ച് ഇരിക്കുന്ന അത് മാത്രമാണ് ഉപദേശം എന്ന് ചിന്തിക്കരുത്. ദൈവവചനത്തിലെ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ പിതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് ഹോസിയയുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. വചനം പഠിപ്പിക്കുന്നു, അവർ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹോസിയ 7:14. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം ഈശോ പഠിപ്പിച്ചു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞെരുക്കത്തിലിരിക്കുന്നൊരു പൈതലാണോ നീ? എല്ലാവരുടെയും പാട്ടുവാക്ക് കേൾക്കുന്നൊരു പൈതലാണോ നീ? എല്ലാവരും ചവിട്ടി മതിക്കപ്പെടുന്ന, എല്ലാവരും തകർക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നിൻ്റെ ജീവിതം. നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണോ? നിന്നെ എല്ലാവരും തഴഞ്ഞിരിക്കുന്നൊരവസ്ഥയാണോ? എല്ലാവരും നിനക്കെതിരെ അപവാദം പറഞ്ഞ് നീ മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ? പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിൻ്റെ ഈ ഭാരത്തിൽ, നിൻ്റെ ദുഃഖഭാരത്തിൽ നീ നിരാശയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിൻ്റെ പിതാവിൻ്റെ സന്നിധി കരയുക. നിനക്കായി ഒരു വാതിൽ, നിനക്കായി ഒരു ദൂതൻ നിയോഗിക്കപ്പെടും. നിനക്കായി ഒരു രക്ഷയുടെ വാതിൽ തുറക്കപ്പെടും. കാരണം പിതാവ് നിലവിളി കേൾക്കുന്ന പിതാവാണ്. പിതാവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന പിതാവാണ്. ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം തരും. ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോനാഥൻ ഈ ലോക ജീവിതകാലത്ത്
പഠിപ്പിച്ച വലിയ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം മാർക്കോസ് 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കണം, യാചിക്കണം, അപേക്ഷിക്കണം, നിലവിളിക്കണം. ഇത് ദൈവവചനം ദൈവമക്കൾക്ക് നൽകുന്ന ഒരു പാതയാണ്, ഒരു ജീവിത രീതിയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ കണ്ണുനീരുണ്ടായി. ആ വ്യക്തി നിലവിളിച്ച കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഫിലോമിന, തൃശ്ശൂർ പൊങ്ങണങ്കാട് ദേശത്ത് താമസിക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ 2 മക്കളും കൂടെ 2007 ഒക്ടോബർ മാസത്തിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നിരുന്നു. 3 വർഷം മുമ്പ് എൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് ലീക്ക് മൂലം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. തുടർന്ന് മരുന്ന് കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മൂക്കിൻ്റെ എല്ലാ പ്രവർത്തനശേഷിയും നിലച്ചു. മണം കിട്ടാതെയായി, മൂക്ക് അടഞ്ഞിരിക്കുന്നത് പോലെയായി. തന്നെയുമല്ല, ഞാനൊരു സ്പിന്നിങ് മില്ല് തൊഴിലാളി കൂടെയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ എനിക്ക് വിശ്രമിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ദേഹമാസകല ഭയങ്കര ചൊറിച്ചിലും കടിയുമാണ്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ചീപ്പോ എടുത്ത് സദാ ചൊറിഞ്ഞും മാന്തിയും ഇരിക്കും. അനേകം അലോപ്പതിയും ആയുർവേദ മരുന്നുകളും കഴിച്ചിട്ടും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനത്തിന് ഞാൻ പങ്കെടുത്തത്. ധ്യാനത്തിൽ നിലവിളിച്ചപേക്ഷിക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഈ ദുഃഖം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ വേദനയോടെ നിലവിളിച്ചു. അന്ന് മുതൽ എൻ്റെ അലർജി രോഗം പൂർണ്ണമായും വിട്ടുപോയി. ഇന്ന് എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലോ വ്രണങ്ങളോ ഒന്നും തന്നെയില്ല. എൻ്റെ ശരീരം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ മൂക്ക് അടഞ്ഞിരുന്നത് തുറക്കപ്പെടുകയും എല്ലാ മണവും അനുഭവിക്കാൻ എനിക്ക് ശേഷി വീണ്ടും കിട്ടുകയും ചെയ്തു. ഹല്ലേലൂയ. മൂക്കിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവം ഇടപെട്ട് ശരീരത്തിൻ്റെ അലർജി രോഗം വിട്ടുപോയി. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങൾ, വേദനയോടെ പെടയുന്ന ജീവിതങ്ങൾ, തകർച്ചയുടെ വക്കിൽ കിടക്കുന്ന കുടുംബങ്ങൾ, തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുന്ന ജീവിതങ്ങൾ, എല്ലാ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഒന്ന് പൊട്ടിക്കരയാൻ, ഒന്ന് നിലവിളിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ അഭിഷേകം കൊടുക്കണമേ എന്ന് പിതാവേ അങ്ങയുടെ തിരുസന്നിധാനത്തേക്ക് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ വിട്ടുപോട്ടെ, ആത്മഹത്യ ചിന്തകൾ വിട്ടുപോട്ടെ, മടുപ്പ് വിട്ടുപോട്ടെ, ജീവിതത്തോടുള്ള മടുപ്പ് വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മറനാഥാ. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച് എളിമയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ജീവിതഭാരങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ പിതാവേ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ തിരുശരീരത്തിന് ശക്തി പുറപ്പെട്ട് തകർന്നിരിക്കുന്ന അനേകം കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തക്കവണ്ണം പിതാവേ അവിടുന്ന് ഇപ്പോൾ ലോകത്തെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരുപാട് കണ്ണുനീരിലാണ്ട കുടുംബങ്ങൾ, ഒരുപാട് ദുഃഖത്തിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, മനസ്സ് തകർന്നിരിക്കുന്നവർ, കർത്താവെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധാനത്തിൽ നിലവിളിച്ച് കരയുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരു ദൂതൻ അവർക്ക് വേണ്ടി ഇപ്പോൾ അവിടുന്ന് നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ പക്കലേക്ക് ഉയർന്ന നിലവിളികൾ അവിടുന്ന് ചെവിച്ചായ്ച്ച് കേൾക്കണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. കർത്താവെ, അടുത്തു വന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ കൂടെ വ്യാപരിക്കുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനം മുഴുവനും ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഇടപെടണമേ. ഇപ്പോൾ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവെ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, മറനാഥാ. എൻ്റെ പേര് എലിസബത്ത്, എറണാകുളത്താണ് വീട്. എനിക്ക് വന്നതിൻ്റെ കുറേ 3-4 മാസമായിട്ട് എൻ്റെ ഇടത്തെ കാല് തളർന്നു പോകുമായിരുന്നു. നടക്കുമ്പോൾ മടക്കി ഇരിക്കാനോ നടക്കാനോ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു.
പിന്നെ അത് കൂടാതെ എൻ്റെ തൊണ്ടയ്ക്കൊരു മുഴയുണ്ടായിരുന്നു. അത് 5 വർഷമായി എൻ്റെ തൊണ്ടയ്ക്ക് മുഴ തുടങ്ങിയിട്ട്. ഞാൻ ആരെ അറിയിക്കാതെ അങ്ങനെ നടക്കായിരുന്നു. എൻ്റെ വീട്ടിൽ ആർക്കും അറിയാൻ പാടില്ല. അത് കൂടാതെ എൻ്റെ കൈക്ക് ഭയങ്കര അലർജി, ചൊറിച്ചിലും അലർജി ഉണ്ട് സോപ്പ് എടുക്കുമ്പോൾ. ഇതെല്ലാം ഈ 3ഉം എനിക്ക് സൗഖ്യം തന്ന യേശുവിന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് അവിടെ ഇരുന്ന് ഭയങ്കര മടിയായിട്ട് ഞാൻ വരാതെ എങ്ങനെ പറയണേന്ന് അറിയാൻ പാടില്ലാണ്ട് തൊണ്ടയിലെ മുഴ ഇപ്പം പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറി. എത്ര കാലമായിട്ടുള്ളതാണ് മുഴ? 5 വർഷമായി തുടങ്ങി. 5 വർഷമായിട്ട് തൊണ്ടയിൽ മുഴയുള്ളതാണ്. അമ്മച്ചി ആരോടും പറയാതെ അത് വെച്ചോണ്ടിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷം അത് പരിപൂർണമായിട്ടും മാറി. ഹല്ലേലൂയ. കയ്യില് അലർജി രോഗം തുടങ്ങി എത്ര വർഷമായി? അത് 2-3 മാസമേ ഉള്ളൂ. വരാൻ ഒരു പനി പണ്ട് അവിടെ എറണാകുളത്തൊക്കെ പടന്ന് പിടിച്ച പനി പിടിച്ച് ചിക്കുൻഗുനിയ പിടിച്ചവനെ കയ്യിന് അലർജി രോഗമായിരുന്നു. അതും കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഒന്നും കൂടെ കൈയടിച്ച് ദൈവത്തെ മാത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എൻ്റെ പേര് മേരി, വീട് മഞ്ഞപ്പുറ. എനിക്കിവിടെ വരുമ്പോൾ തലയ്ക്ക് കുറേ നാളായി കുറേ വേദന തുടങ്ങി. പക്ഷേ ഇവിടെ ഇങ്ങനെ വേദന തുടങ്ങും. തലയെ തോർത്തുമുണ്ട് കൂടി തോർത്താൻ പോലും പറ്റില്ല. വയറിൻ്റെ ഇടതുവശത്ത് നല്ല വേദനയാണ്. വീട്ടിൽ പറയാറില്ല. കുളിക്കാനൊക്കെ നിൽക്കുമ്പോൾ വെള്ളം കുമ്പിട്ട് കോരി കുടിക്കാനൊന്നും എനിക്ക് പാടില്ല. എങ്കിലും ഞാൻ എന്ത് അസുഖം വന്നാലും മരുന്ന് കിട്ടുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഈശോയുടെ മുമ്പിലിരുന്ന് പറയും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുക. ഈ വേദനകളെല്ലാം പാവികളുടെ പരിഹാരത്തിനും അവരുടെ എല്ലാം മോചനത്തിനുമായിട്ട് ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു പറഞ്ഞ് രൂപത്തിൻ്റെ മുമ്പിൽ ചെന്നാലേ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇപ്പം എനിക്ക് ഈ വശത്തെ മുഴ മാറിയിട്ടുണ്ട്. തലയുടെ വേദനയില്ല. മുഴയുണ്ടായിരുന്നോ? വയറിൻ്റെ ഇടതുവശത്ത് ഒരു മുഴ. എപ്പോഴും എനിക്ക് കുളിക്കുമ്പോഴാൻ പാടില്ല, എന്നെ തടിപ്പായിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. കൈകൾ ഉയർത്തി. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴക്കുള ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 7 വർഷമായിട്ട് ശ്വാസം മുട്ടായിരുന്നു. തിങ്കളാഴ്ച ഇവിടെ സ്റ്റേജിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതേപ്പറ്റി ഇതുവരെ ഒരു ശ്വാസമുട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. 7 വർഷമായിട്ട് നിരന്തരം ശ്വാസമുട്ടലായിരുന്നു. ധ്യാനത്തിന് വന്നു. തിങ്കളാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം അതുണ്ടായിട്ടില്ല. ഹല്ലേലൂയ.